ഒന്ന് ദൈവത്തിൻ്റെ നീതി, മറ്റൊന്ന് സ്വന്തം നീതി. ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, ആഴ്ചയിൽ ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ചു, ഷേവ് ചെയ്ത് വെള്ള ഷർട്ടൊക്കെ ഇട്ട്. ഇങ്ങനെ പറയുന്ന നീതിയാണ് സ്വന്തം നീതി. എന്നാൽ മറ്റത് ദൈവത്തിൻ്റെ നീതി എന്ന് വെച്ചാൽ എൻ്റെ ഒരു കഴിവുകേടോ അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ദൈവം എൻ്റെ മേൽ ദാനമായി പകർന്ന നീതി. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, പാസ്റ്റർ ഞാൻ 100% പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളോ കുറവുകളോ ഒന്നും കണക്കിടാതെ ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ തന്നിട്ട് ദൈവം നമ്മളെ നോക്കി പറഞ്ഞു, ഇവനെ ഞാൻ നീതീകരിച്ചിരിക്കുകയാണ്. ആ നീതിയാലാണ് നാം ഇവിടെ വന്നത്. ഇന്നലകളിൽ നിങ്ങൾ ഏത് കുറവോ തെറ്റോ പ്രശ്നങ്ങൾക്കകത്തോ നിങ്ങൾ പോയി തകർന്നെന്ന് തോന്നിയാലും ഇന്ന് എഴുന്നേക്കാൻ നീ റെഡിയാണെങ്കിൽ നിന്നെ കൈ പിടിച്ച് കയറ്റാൻ ഒരു പിതാവ് ഇതിനകത്ത് റെഡിയായി നിൽക്കുക. ഈ സ്വന്തം നീതി എന്ന് പറയുമ്പോൾ ഇത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കേട്ടോ, ഇസ്രായേൽ മക്കൾ. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, ഞാൻ കൽപ്പനകൾ തരാം. അവർ പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതുപോലെ അനുസരിക്കും. ദൈവം അവർക്ക് 613 കൽപ്പനകൾ കൊടുത്തു. അവർ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു. ആ കൽപ്പനകളുടെ പ്രത്യേകത, ന്യായപ്രമാണത്തിന്റെ പ്രശ്നം, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ട് ഒന്നിൽ തെറ്റിയാൽ അതാ പ്രശ്നം. 99 എണ്ണം നിങ്ങൾ റെഡിയാക്കിയാലും എവിടെങ്കിലും ഒന്ന് തെറ്റിയാൽ നിങ്ങൾ കുറ്റക്കാരനാണ്. ഇവിടെ ന്യായപ്രമാണത്തിന്റെ പ്രശ്നം 100ഉം ശരിയാക്കണം. 1500 വർഷം യഹൂദന്മാരിത് ചെയ്യാൻ നോക്കി, ഒരാൾക്ക് പോലും സാധിച്ചില്ല. ഒരാൾക്ക് പോലും. അവർ പരാജയപ്പെട്ടു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലാത്യർ 4:4 പറയുന്നു, യേശു ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ച്, ന്യായപ്രമാണ പ്രകാരം ജനിച്ച്, ന്യായപ്രമാണത്തെ നിവർത്തിച്ച് അവൻ സകലതിനെയും ന്യായപ്രമാണം നിമിത്തം നിവർത്തിച്ചു. ഒറ്റയാളെ നിവർത്തിച്ചുള്ളൂ. ഈ ന്യായപ്രമാണം ഒറ്റയാളെ നിവർത്തിച്ചുള്ളൂ. ആളുടെ പേരെന്ന് പറയാമോ? അതുകൊണ്ടാണ് നമ്മൾ ഒരു സംശയമില്ലാതെ വിളിക്കുന്നത്, അവൻ പൂർണ്ണനായ ദൈവമാണ്. ഇവനെ പോലെ ആരാധ്യനായ വേറൊരു കർത്താവില്ല. അവനൊപ്പം പറയാൻ ഒരു ആളുമില്ല. യേശു മാത്രം കർത്താവ്. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, യേശു ഇതിനെ നിവർത്തിച്ചിട്ട്, യേശു മുഴുവനും നിവർത്തിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, നിവർത്തിച്ച യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ നീയും ന്യായപ്രമാണം നിവർത്തിച്ചവനെ പോലെയാകും. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ നീതീകരിക്കപ്പെട്ടു? ന്യായപ്രമാണം കൊണ്ടല്ല. എങ്ങനെ നീതീകരിക്കപ്പെട്ടു? യേശു ക്രിസ്തുവിലെ വിശ്വാസം. എന്താ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം? അവൻ എനിക്ക് വേണ്ടി ഇത് മുഴുവനും ചെയ്തു.